നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമ വീണ്ടും ഭിന്നതയുടെ സ്വരങ്ങൾ കേട്ട് തുടങ്ങിയത് പ്രമുഖ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ പത്രസമ്മേളനത്തിലാണ്. അടുത്തിടെ അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ജൂൺ മുതൽ സിനിമാ സമരം ആരംഭിക്കുമെന്നും മലയാളത്തിലെ സിനിമകൾ പലതും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വർഷത്തെ സിനിമകളുടെ കളക്ഷൻ കണക്കുകൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഏറെ വാദങ്ങൾക്ക് വഴിയൊരുക്കിയത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യമാണ്. ഇതോടെ അഭിനേതാക്കളും നിർമ്മാതാക്കളും രണ്ട് തട്ടിലാവുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത്. അതിനിടയിൽ ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ള നിർമ്മാതാക്കൾ സുരേഷ് കുമാറിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അങ്ങനെയാണ് 5 പതിറ്റാണ്ടിൽ അധികമായി തുടരുന്ന സുരേഷ് കുമാർ മോഹൻലാൽ ബന്ധത്തിന് ഉലച്ചിലുണ്ടായി എന്ന പ്രചാരണം ശക്തമായത്. ഇപ്പോഴിതാ മോഹൻലാൽ തിരുവനന്തപുരം ലോബിയെ വിട്ട് കൊച്ചിയിലേക്ക് ചേക്കേറിയതാണെന്ന് സുരേഷ് കുമാറിന്റെ അതിർത്തിക്ക് പിന്നിലെന്ന ആരോപണത്തിന് മറുപടിയുമായി വരികയാണ് സംവിധായകൻ ശാന്തിവള ദിനേശ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ശാന്തിവള ദിനേശിന്റെ വാക്കുകൾ: ജി സുരേഷ് കുമാർ ഒരിക്കലും സിനിമയെ തകർക്കാൻ വന്ന ആളല്ല. നിലവിൽ സിനിമയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരെയും അറിയിച്ചു എന്ന ഒരു ഒറ്റ കുറ്റം മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. സിനിമകൾ എക്കാലവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുരേഷ് കുമാർ എന്ന് ശാന്തിവള ദിനേശ് പറഞ്ഞു. നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ് സുരേഷ് കുമാർ. ഏതെങ്കിലും ഒക്കെ സർക്കാർ ഉദ്യോഗമൊക്കെ വാങ്ങിച്ച അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല നിലയിൽ എത്തേണ്ട ആളാണ് സുരേഷ് കുമാർ. അങ്ങനെ വിദ്യാഭ്യാസമുള്ള സുരേഷ് കുമാർ മോഹൻലാലിനെയും പ്രിയദർശിനെയും ഒക്കെ കൂടി കേരള കൗമുദി പത്രമൊക്കെ വിരിച്ച് അന്ന് ട്രെയിനിൽ സീറ്റില്ലാത്ത സമയത്ത് മദ്രാസിലേക്ക് പോയത്. പിന്നീട് തിരുവനന്തപുരം ബെൽറ്റ് എന്നൊക്കെയാണ് അവരെ അറിയപ്പെടുന്നത്. നായർ ലോബി എന്നൊക്കെയും പലരും പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ചാനലിൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ വിളിച്ച് എന്നോട് പറയുകയാണ്, നായർ ലോബിയിൽ നിന്നും മാറി കൊച്ചിയിൽ പോയത് കൊണ്ടാണോ മോഹൻലാലിനെതിരെ സുരേഷ് കുമാർ സംസാരിക്കുന്നത്? ശരിക്കും അപ്പോഴാണ് ഞാൻ അങ്ങനെയൊരു വേർഷൻ ആലോചിക്കുന്നത് പോലും. ആന്റണി പെരുമ്പാവൂരിൻ്റെ കുട്ടികളുടെ കൂമ്പാരി മോഹൻലാലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെയൊരു സമ്പ്രദായമുണ്ട്. രക്ഷകർത്താവെന്നാണ് അർത്ഥമാകുന്നത്. ഇനി മോഹൻലാലിനെ മാമോദിസ മുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പലരും പറയുന്നത് മോഹൻലാൽ നായർ ബെൽറ്റിൽ നിന്നും വഴുതി മാറിയത് കൊണ്ടാണ് സുരേഷ് കുമാർ ഇടഞ്ഞതെന്നാണ്. ന്യൂസ് ഡെസ്ക് റീലോഡ്.